വെൽക്കം ബാക്ക്. അപ്പൊ നമുക്ക് എൻ സി ആർ ടിയിലെ ഒരു ഇമ്പോർട്ടന്റ് ഇൻടെക്സ് ക്വസ്റ്റ്യൻ നോക്കാം. പലതവണയായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല, പക്ഷെ മുന്നേക്ക് നമ്മളോട് പലവട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് വേറെ രീതിയിൽ നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഇസ് എക്കോളജിക്കൽ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ് ഓഫ് മാനേജിങ് പെസ്റ്റ് ഇൻസെക്ട്സ്? എന്താണത്? യെസ്, സിംപ്ലി നമുക്ക് പറയാം, ബയോളജിക്കലി പറയുകയാണെങ്കിൽ എന്താണ് ഈ പെസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്? യെസ്, ദാറ്റ് ഇസ് predation ആണ്. പ്യുവർലി ഇത് predation ആണ്. ഓക്കെ, യെസ്, ദാറ്റ് ഇസ് predation. ആൻഡ് predation എന്ന് പറഞ്ഞാൽ എന്താണ്? യൂഷ്വലി ആ ഒരു എക്കോളജിക്കൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ predator ആൻഡ് എ prey in which predator actually feeds on the prey. അല്ലെ, predator എന്താണ്? ഈ പ്രേന്റെ മുകളിൽ ഫീഡ് ചെയ്യുന്നു. അപ്പോൾ പ്രേ ഓട്ടോമാറ്റിക്കലി എന്താണ്? ഡെത്തിന് കാരണം, പ്രേന്റെ ഡെത്തിന് കാരണമാകുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യം. അല്ലെ, ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മോസ്കിറ്റോന്റെ ആ ഒരു കൊതുകിന്റെ ലാർവ, അല്ലെ, അപ്പൊ ആ ലാർവ നമ്മുടെ വാട്ടറിൽ ഉണ്ടെങ്കിൽ അതിനെ കഴിക്കുന്നത് നമ്മുടെ ഗപ്പി മീനുകളാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്ന എക്സാമ്പിൾ. അപ്പൊ ആ ഗപ്പി മീനുകളിൽ അവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ കൊതുകിന്റെ ശല്യോടെ കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ശരിക്കും ഈ predator പ്രേ ആ ഒരു ഇന്ററാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. ഒന്നിന്റെ നാശമാണ് സംഭവിക്കുന്നത്. അല്ലെ, അപ്പൊ ഇത് നമുക്ക് എക്കോളജിക്കലി പെസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ക്വസ്റ്റൻ ഒന്ന് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് നിങ്ങളോട് ചോദിച്ചേ ഉള്ളൂ, ഡയറക്റ്റ് ആയിട്ട് predation എന്താണെന്ന് ചോദിക്കുന്നതിന് പകരം. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.